സാധാരണഗതിയിൽ ഒരു പ്രിൻ്റ് മാധ്യമം ഒരു ഇൻ്റർവ്യൂ എടുക്കുന്ന സമയത്ത് ഉണ്ണി ബാലകൃഷ്ണൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ലേഖികയുണ്ടാവും, ഒരു ഫോട്ടോഗ്രാഫർ മാക്സിമം ഉണ്ടാവും. അതാണ് സാധാരണ രീതിയിലൊരു കൂടെ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു മാധ്യമ ഉപദേഷ്ടാവോ അല്ലെങ്കിൽ മാധ്യമമായിട്ട് സംഭവം ആരെങ്കിലും ഒരാളുണ്ടാവും. സാധാരണ ഇൻ്റർവ്യൂ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പ്രൂഫ് റീഡിംഗ് എന്ന് പറയുന്ന ഒരു സംവിധാനം സാധാരണഗതിയിലുണ്ട്. പ്രൂഫ് റീഡിംഗ് എഴുതി കൊടുക്കും, അല്ലെങ്കിൽ നിങ്ങൾ എഴുതി കൊടുക്കുന്നതിന് മുന്നേ പ്രിൻ്റ് ചെയ്യുന്നതിന് മുൻപ് നിങ്ങളൊന്ന് കാണിക്കണം എന്ന് പറയുന്ന ഒരു ഔചിത്യത്തോട് കൂടിയിട്ടുള്ള മറുപടി ഉണ്ടാവും. സാധാരണഗതിയിൽ അങ്ങനെ ചെയ്യാറുമുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഏതെങ്കിലും ഭാഗം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, കാരണം ഇതൊരു വീഡിയോ ഇൻ്റർവ്യൂ അല്ലല്ലോ, ഒരിക്കലും പ്രിൻ്റ് മാധ്യമത്തിൽ വരുന്നതാണല്ലോ. അപ്പോൾ ആ സമയത്ത് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ കൂട്ടിച്ചേർക്കുകയോ വിട്ടുപോയോ പൂരിപ്പിക്കുകയോ ഒക്കെ ചെയ്യാനുണ്ടാവുന്ന ഒരു സാധ്യത എല്ലാ പ്രിൻ്റ് മാധ്യമങ്ങളും ചെയ്യാറുണ്ട്. പക്ഷേ ഇവിടെ ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ ഒരു പ്രൂഫ് റീഡിങ് വന്നതിൻ്റെ ഭാഗമായിട്ട് അത് കറക്റ്റ് ചെയ്തത് കൊണ്ടാവാം എഴുതി തരണം എന്ന് ഹിന്ദു പറഞ്ഞിട്ടുണ്ടാകുക എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. സാധാരണഗതിയിൽ ഹിന്ദുവിനെ പോലെയുള്ള ഇത്രയും ക്രെഡിബിലിറ്റിയുള്ള ഒരു ദേശീയ മാധ്യമം ഒന്നും കാണാതെ അവർക്കൊരു ഉറപ്പ് കിട്ടാത്ത ഒരു ഭാഗത്തു നിന്നും ഒരു കൂട്ടിച്ചേർക്കൽ പറഞ്ഞാൽ മുഖ്യമന്ത്രി പറയുന്നത് പോലെ തന്നെയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ തന്നെയോ ഉള്ള ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു ഉറപ്പ് കിട്ടാതെ അല്ലെങ്കിൽ അതുപോലെ എഴുതി കിട്ടാതെ അങ്ങനെ മാറ്റം വരുത്തും എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത്, ഇത്രയും വലിയൊരു ദേശീയ മാധ്യമത്തിൻ്റെ ഇത്രയും ക്രെഡിബിലിറ്റി ഉണ്ടായിരുന്ന ഒരു ദേശീയ മാധ്യമത്തിൻ്റെ ഇടതുപക്ഷത്തോട് ചേർന്ന് നിന്നിരുന്ന ഒരു ദേശീയ മാധ്യമത്തിൻ്റെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അതിൻ്റെ സത്യാവസ്ഥ. ഈ ക്രെഡിബിലിറ്റി തിരിച്ചു പിടിക്കാൻ വേണ്ടി ഈ പറയുന്ന ഹിന്ദുവിന് രണ്ട് ഓപ്ഷനേ ഉള്ളൂ. ഒന്ന്, ഈ പറഞ്ഞ ഓഡിയോ വീഡിയോ പുറത്തു വിടുക, 30 മിനിറ്റ് ഉണ്ട്, അത് പുറത്തു വിടുക. അല്ലെങ്കിൽ ഇവർക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ പറഞ്ഞ PR ഏജൻസി എഴുതി കൊടുത്തു എന്ന് പറയുന്ന ലെറ്റർ പുറത്തു വിടുക. ഇത് മാത്രമേ ഇനി പറയുന്ന ഈ സാധനത്തിൻ്റെ സത്യാവസ്ഥ പുറത്തു വരാനുള്ള മാർഗ്ഗമുള്ളൂ. അല്ലെങ്കിൽ ഈ പറഞ്ഞ ക്രെഡിബിലിറ്റി തിരിച്ചു പിടിക്കുക എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമാണ് ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം. ഇനി കേരളത്തെ സംബന്ധിച്ചിടത്തോളം, മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഇതത്ര ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞ പോലെ ചെറിയ കാര്യമല്ല ഇവർ ചെയ്തിരിക്കുന്നത്. മലപ്പുറത്തെ പോലെ ഇത്രയും ന്യൂനപക്ഷങ്ങൾ, അതായത് മുസ്ലിം ന്യൂനപക്ഷം തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലത്തെക്കുറിച്ചിട്ട് ഒരു വാക്ക് ആഡ് ചെയ്തു എന്നുള്ളത് കൊണ്ട് ഉണ്ടാകുന്ന ഭവിഷ്യത്ത് ചില്ലറയാണോ? അതുമാത്രമല്ല, ഇന്നലെ രാവിലെ പ്രിൻ്റ് ചെയ്ത് പുറത്തു വന്ന പത്രമല്ലേ, ഇന്ന് ഉച്ചവരെ ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഈ മാധ്യമ ഉപദേഷ്ടാക്കന്മാരും പ്രസ് സെക്രട്ടറിയും ഇവരൊക്കെ എന്ത് ചെയ്യായിരുന്നു? ഇത്രയും വലിയൊരു സംവിധാനം ഇന്ന് ഉച്ചയ്ക്കാണോ അതിന് മറുപടി ചോദിക്കേണ്ടത്? അപ്പോൾ ഈ ആരോപണം ഉന്നയിക്കുന്ന ആൾക്കാരുടെ എല്ലാ ആരോപണത്തിനും കഴമ്പില്ലേ? ആ കഴമ്പ് ഇത് വലിയ രീതിയിൽ കത്തിപ്പടരും എന്നുള്ള നിലയ്ക്ക് വന്നതിന് ശേഷമാണോ ഇങ്ങനെ ഒരു കാര്യം വേണ്ടത്? ഇന്ന് മുഖ്യമന്ത്രി എന്താണ് പറഞ്ഞത്? ഞാൻ ഡൽഹിയിലുള്ളപ്പോൾ ഒരു ഇൻ്റർവ്യൂ എടുത്തിരുന്നു. അതിൽ ഞാൻ പറയാത്ത ഒരു കാര്യം അവരുടെ ഭാഗത്തുനിന്നും കൊടുക്കുന്ന നില വന്നു. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും മാധ്യമധർമ്മം കൃത്യമായി പാലിച്ചു പോകുന്ന നമ്മുടെ രാജ്യത്തെ ഒരു പ്രധാനപ്പെട്ട മാധ്യമമാണ് ഹിന്ദു. അവരോട് വിശദീകരണം ചോദിക്കുകയും അവരതിൽ ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തു. ഒറ്റ വാക്കിൽ തീർന്നു. ഇത്രയും വലിയ കാര്യത്തെക്കുറിച്ച് ഒറ്റ വാക്കിൽ തീരുന്നതല്ല. അത് കഴിഞ്ഞിട്ട് മുഖ്യമന്ത്രി പറയുന്നത് എന്താണ്? ഈ ഉണ്ണി ബാലകൃഷ്ണൻ നേരത്തെ പറഞ്ഞതുപോലെ ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും ഒരുപോലെ ഞങ്ങൾ എതിർക്കപ്പെടേണ്ടതാണ്. അത് ഞങ്ങൾ എന്നും എതിർത്ത് പോകുന്ന ഒരു ശൈലിയുണ്ട്. ഞാൻ ഈ പറഞ്ഞ ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞതുപോലെ 3, 4, 5 കഴിഞ്ഞ ഒരു 4-5 ഇലക്ഷനിൽ ഒരു സ്ഥലത്ത് പോലും ന്യൂനപക്ഷ വർഗീയത പറഞ്ഞിട്ടേ ഇല്ല. അപ്പോൾ അങ്ങനെ ഒരു സംവിധാനത്തിൻ്റെ ഭാഗത്ത് നിന്നും ഈ പറഞ്ഞ CPM-നെ പോലെ ഒരു പ്രസ്ഥാനം PR ഏജൻസിയെ ഉപയോഗിച്ച് ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് ഇന്നും ഇന്നലെയും വരുന്ന ആരോപണങ്ങളല്ല. ഈ 2021 ഇലക്ഷനും അതിന് മുമ്പുണ്ടായിരുന്ന LDF-രും എല്ലാം ശരിയാവും എന്ന് പറയുന്ന ക്യാമ്പയിൻ തുടങ്ങി ഇങ്ങോട്ട് മുഴുവൻ ചെയ്യുന്നത് PR ഏജൻസിയാണ് എന്നുള്ള നിലയ്ക്ക് എല്ലാ കാര്യങ്ങളും PR ഏജൻസീൻ്റെ വാക്ക് കേട്ടിട്ടാണ് മുഖ്യമന്ത്രി പ്രവർത്തിക്കുന്ന നിലക്കുള്ള ആരോപണങ്ങൾ ഈ UDF-ൻ്റെ ഭാഗത്തുനിന്നും കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നും ലീഗിൻ്റെ ഭാഗത്തുനിന്നും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഇപ്പോൾ ഇങ്ങനെ വരുന്നത്. പിന്നെ അതിനേക്കാൾ വലിയൊരു കാര്യം എന്ന് പറയുന്നത് RSS-ഉമായി ബന്ധപ്പെട്ടിട്ട് ഈ പറഞ്ഞ തൃശ്ശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ടിട്ട് RSS-ഉം CPM-ഉം തമ്മിലുള്ള അന്തർധാരയുണ്ട് എന്ന് പ്രതിപക്ഷവും ഭരണപക്ഷത്തിൻ്റെ MLA ആയിരുന്ന PV അൻവറും നിരന്തരം വിളിച്ചു പറയുന്ന സമയത്തിൻ്റെ അതിൻ്റെ ഒരു സമയം എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ള സമയമല്ലേ? ആ സമയത്ത് ദേശീയ മാധ്യമത്തിന് കൊടുക്കുന്ന ഒരു ഇൻ്റർവ്യൂവിൽ മലപ്പുറത്ത് പ്രതിനിധീകരിക്കുകയും ആ മലപ്പുറത്ത് നിന്നും ഇത്രയധികം കേസുകൾ വരിക എന്നൊക്കെ പറയുന്നത് അത് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഒരു ഇൻ്റർവ്യൂ ആയി മുഖ്യമന്ത്രി ഇൻ്റർവ്യൂ ഇത് ഹിന്ദു എന്ന് പറയുന്ന ഇത്രയും വലിയ ദേശീയ മാധ്യമത്തിന് കൊടുക്കുമ്പോൾ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എത്ര വലുതായിരിക്കും? അതിപ്പോൾ ഇന്നൊരു പത്രസമ്മേളനത്തിൻ്റെ അകത്ത് ഒരു അരക്കോളം വാർത്തയിൽ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് കാര്യമുണ്ടോ? കാരണം അത് എവിടെ എത്തും? ഇന്നലെ ഇന്നുമായി ചർച്ച വരുന്നതിന് കേട്ട ആൾക്കാർ എത്രയുണ്ടാവും? ഇനി ഈ പറഞ്ഞ കാര്യങ്ങൾ ഏതെങ്കിലും ഈ മലയാള മാധ്യമങ്ങളല്ലാതെ ദേശീയ മാധ്യമങ്ങൾ എത്ര ചർച്ചയ്ക്കെടുക്കും?
ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ആകെ ചർച്ചയ്ക്ക് എടുക്കുന്നതും ചർച്ച നടത്തുന്നതും മലയാള മാധ്യമങ്ങളാണ്. ഇനി നാളെ ഇത്രയും വലിയ ചർച്ചയായിട്ട് ഹിന്ദു ഇത് ചെയ്യുമോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ദേശീയ മാധ്യമം ഇത് ചെയ്യുമോ? ഈ പറഞ്ഞ ദേശീയ മാധ്യമങ്ങൾക്ക് വന്ന വാർത്തകൾ മുഴുവൻ ജനങ്ങൾ മുഴുവൻ അറിഞ്ഞു. അപ്പോൾ ഈ പി വി അൻവർ എന്ന് പറഞ്ഞതുപോലെ തന്നെ പി വി അൻവർ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു ഡോക്യുമെൻ്റാണ്. ഈ ഡോക്യുമെൻ്റായി ആരെയാണോ ബോധ്യപ്പെടുത്തേണ്ടത് അവരുടെ മുന്നിൽ ഇത് കൊണ്ടു കൊടുക്കേണ്ട ഡോക്യുമെൻ്റായി ഈ പറഞ്ഞ ഇൻ്റർവ്യൂ മാറി. ആ ഇൻ്റർവ്യൂ മാറിക്കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ ഒരു ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇനി ഇങ്ങനെ ഒരു സംവിധാനം സംഭവിച്ച് ഇന്നലെ രാവിലെ പ്രിൻ്റ് ചെയ്ത് പുറത്തു വന്ന ഒരു മാധ്യമത്തിൽ ഇന്ന് ഉച്ചവരെ ഈ മുഖ്യമന്ത്രിയുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ എന്ത് ചെയ്യായിരുന്നു? സെക്കൻഡിൽ പറയണ്ടേ. ഇതിൻ്റെ ഒരു വലിപ്പം മനസ്സിലാക്കാൻ പറ്റാത്തവരാണോ മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരിക്കുന്നത്? ഈ ഉപചാപക വൃന്ദത്തിൻ്റെ സംവിധാനത്തിൻ്റെ അകത്തേക്ക് മുഖ്യമന്ത്രി പെടുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഇന്നും സംശയമുണ്ട്. കാരണം എന്തുകൊണ്ടാണ്? ഈ പറഞ്ഞ ഡൽഹിയിൽ ഒരു ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട്. അവിടെ പി എം മനോജാണ് എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. പി എം മനോജിൻ്റെ കൂടെ ഉണ്ടായിരുന്നു അറിയില്ല. പക്ഷേ ഈ പറഞ്ഞ ഡൽഹിയിലൊരു ഇൻ്റർവ്യൂ നടക്കുമ്പോൾ ആ ഡൽഹിയിലേക്ക് ഇതുപോലെയുള്ളൊരു നാഷണൽ ഏജൻസി, ഇതുപോലെ നാഷണൽ PR ഏജൻസി, ഈ പറഞ്ഞ പോലെ വലിയ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി മാത്രം വർക്ക് ചെയ്യുന്ന ഒരു നാഷണൽ ഏജൻസിയുടെ ആൾക്കാർ ഇൻ്റർവ്യൂ എടുക്കാൻ വേണ്ടിയിട്ട് അവരെ സമീപിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ഇൻ്റർവ്യൂ വേണോ എന്ന് ഹിന്ദു പറയുന്നതാണ് കേട്ടോ. ഹിന്ദുവിനെ സമീപിച്ചെന്ന് പറയുന്നത്. കേരള മുഖ്യമന്ത്രിൻ്റെ ഇൻ്റർവ്യൂ നിങ്ങൾക്ക് വേണോ എന്ന് പറഞ്ഞാൽ അവർ വേണ്ടാന്ന് പറയേണ്ട കാര്യമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി പ്രധാനപ്പെട്ട ഇൻ്റർവ്യൂ ആണ്. അവരെ സംബന്ധിച്ച് ആരാണ് ഈ ഏജൻസിനെ സമീപിച്ചത് വലിയ കാര്യമല്ലേ? എങ്ങനെ ഈ പറഞ്ഞ സംവിധാനത്തിൻ്റെ ഭാഗമായി ഏജൻസി വന്നു എന്നുള്ളത് വലിയ കാര്യമല്ലേ? അപ്പം ആരെങ്കിലും ഒരാൾ ഇത് ബന്ധപ്പെട്ടിട്ടുണ്ടാവുമല്ലോ. അത് വെളിപ്പെടുത്തേണ്ട ഉത്തരവാദിത്തമേ ഈ ഏജൻസിക്കാണ്. ഈ മുഖ്യമന്ത്രി പറയാത്ത ഒരു കാര്യം ഈ പറഞ്ഞ ഹിന്ദുവിൽ അച്ചടിച്ച് വന്നാൽ അത് എഴുതിയ ക്രിമിനൽ ഒഫൻസ് അല്ലേ? ക്രിമിനൽ ഒഫൻസ് അത് PR ഏജൻസിയാണ് കൊടുക്കുന്നതെങ്കിൽ PR ഏജൻസിൻ്റെ പേരിൽ ക്രിമിനൽ ഒഫൻസിൽ കേസെടുക്കണം. മുഖ്യമന്ത്രി പറയാത്ത ഒരു കാര്യം മുഖ്യമന്ത്രിയുടെ വായിൽ തിരികെ കയറ്റിയ ഒരു ഹിന്ദുവാണ് എടുത്ത് ഹിന്ദുവിനെതിരെ കേസെടുക്കണ്ടേ? കാരണം അതൊരു ഖേദപ്രകടനത്തിൽ ഒതുങ്ങി പോവോ? അങ്ങനെ അപ്പോൾ ചോദിക്കുന്ന ചോദ്യം, ഇന്നത്തെ ഇൻ്റർവ്യൂവിൽ നാളെ ഇൻ്റർവ്യൂകളൊക്കെ വരാൻ പോകുന്നത് കേരളത്തിലെ മാധ്യമങ്ങൾ മുഴുവൻ കള്ളവാർത്ത കൊടുത്താൽ നിങ്ങളെല്ലാവരും പ്രതിരോധിക്കുമോ എന്നുള്ളതല്ല. പക്ഷേ അതുപോലെയല്ല. മുഖ്യമന്ത്രിയുടെ ഇൻ്റർവ്യൂ കൊടുക്കാത്ത കാര്യം എഴുതി ചേർത്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വാല്യൂം അദ്ദേഹത്തിൻ്റെ ക്രെഡിബിലിറ്റിയും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. കേരളത്തിൻ്റെ ക്രെഡിബിലിറ്റി അല്ല നഷ്ടപ്പെടുന്നത്. അതും ഇതുപോലെ തന്നെ സെൻസിറ്റീവായ വിഷയത്തിൽ സെൻസിറ്റീവായ കാര്യങ്ങൾ ഒരു അതോറിറ്റി ഇല്ലാതെ എഴുതി ചേർക്കുക എന്ന് പറയുന്നത് എത്ര വലിയ കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെ എത്ര ലാഘവത്തോടുകൂടിയാണ് CMO മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ്. ഉണ്ണിബാലകൃഷ്ണൻ നേരത്തെ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി അതിനെ ലഘൂകരിച്ചു. ആ ലഘൂകരണത്തിൽ എനിക്ക് വിശ്വാസക്കുറവുണ്ട്. ആ ലഘൂകരണത്തിലാണ് അതിൻ്റെ വിശ്വാസക്കുറവ്. ആ ലഘൂകരിച്ചില്ലായിരുന്നെങ്കിൽ അത് പറയും ഇതൊരു സ്ട്രോങ് ആയ നിലപാട്, ഇത് പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഇതെൻ്റെ വായിൽ തിരികെ കയറ്റേണ്ട കാര്യമുണ്ട്. സാധാരണ മുഖ്യമന്ത്രി അങ്ങനെയാണല്ലോ പറയാറ്. എൻ്റെ വായിൽ നിങ്ങൾ പറയാത്ത കാര്യങ്ങൾ തിരികെ കയറ്റണ്ട എന്ന് പറയുന്ന മുഖ്യമന്ത്രിയല്ലേ? ആ മുഖ്യമന്ത്രിയുടെ ഒരു ഇതെന്താണ്? ആ മുഖ്യമന്ത്രിയാണെന്ന് പറഞ്ഞത് എന്ത്? രാജ്യത്തെ പ്രധാനപ്പെട്ട എന്താണ് മാധ്യമ ധാർമ്മികതയുള്ള പത്രം എന്ന് പറഞ്ഞിട്ട് അതിനെ അങ്ങ് ചുരുക്കിക്കളഞ്ഞത്. മാധ്യമ ധാർമ്മികതയുള്ള പത്രം അല്ല എന്നുള്ളതല്ല, മാധ്യമ ധാർമ്മികതയുള്ള പത്രമാണെങ്കിൽ തെറ്റ് ചെയ്താൽ അത് തെറ്റിൻ്റെ വലിപ്പത്തിനനുസരിച്ച് വേണം ശിക്ഷ എന്നുള്ളതാണ്. അപ്പോൾ അതിനെ ചുരുക്കി കാണുക എന്ന് പറയുന്നത് ഞാൻ ഒരിക്കലും മുഖ്യമന്ത്രി അങ്ങനെ ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന ആളുമല്ല. മുഖ്യമന്ത്രിയുടെ വായിൽ ഈ പറഞ്ഞ കാര്യങ്ങളല്ല. പക്ഷേ അതിനെ ഉപയോഗപ്പെടുത്തുന്ന ഒരു സംവിധാനം ഈ പറഞ്ഞ മുഖ്യമന്ത്രിയുടെ ആയി ബന്ധപ്പെട്ട ആർക്കോ ഉണ്ട്. അതുകൊണ്ടാണല്ലോ CMO ഓഫീസിൽ നിന്നും ചീഫ് മിനിസ്റ്റർ ഇൻ്റർവ്യൂ വേണോ എന്ന് ഒരു ഏജൻസി വിളിച്ചു ചോദിക്കുന്നത്. അപ്പോൾ ആ ഏജൻസിക്ക് ഒരു അജണ്ട ഉണ്ടാവില്ലേ? ഏജൻസിൻ്റെ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. നേരത്തെ ഉണ്ണിബാലകൃഷ്ണൻ പറഞ്ഞതുപോലെ തിരുവനന്തപുരത്ത് കേരളത്തിലെ ഇന്ത്യയിലെ ഏത് മാധ്യമ സ്ഥാപനത്തെ കിട്ടാനാണ് മുഖ്യമന്ത്രിക്ക് ബുദ്ധിമുട്ട്? ഒരു ഫോൺ കോളിൽ കിട്ടും. കേരളത്തിലെ ഈ പറഞ്ഞ ദേശീയ മാധ്യമങ്ങൾ എല്ലാ ദേശീയ മാധ്യമങ്ങൾക്കും തിരുവനന്തപുരത്ത് ബ്യൂറോയോ അല്ലെങ്കിൽ ബ്യൂറോ ചീഫുകളോ അല്ലെങ്കിൽ മാധ്യമപ്രവർത്തനമോ ഉണ്ട്. ഇതിനൊരു അവ്യക്തതയുണ്ട്. അതായത് ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അല്ല CPM പ്രതിനിധി എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം, മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ബന്ധപ്പെട്ടത് ഈ ജേർണലിസ്റ്റ് തന്നെയാണ്, അവർ തന്നെയാണ് ബന്ധപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾ വിളിച്ചാൽ മതി ശരിയാക്കാം എന്നൊരു ഒരു കാര്യം എവിടെ നിന്നോ പറഞ്ഞിട്ടുണ്ടല്ലോ. അല്ല, പക്ഷെ അങ്ങനെയാണെങ്കിൽ ഹിന്ദുവിന്റെ ഈ പറച്ചിൽ എന്താണ്? ഈ ഹിന്ദു പറഞ്ഞിരിക്കുന്ന ഒന്നാമത്തെ വരി എന്ന് പറയുന്നത് ഏജൻസി കൈസാൻ അപ്രോച്ച് ദ ഹിന്ദു ഓഫറിംഗ് ആൻ ഇന്റർവ്യൂ വിത്ത് ചീഫ് മിനിസ്റ്റർ പിണറായി. Our journalist interviewed the CM at Kerala House at 9 AM on September 29, where 2 representatives of the PR agency were also present along with the CM. അപ്പൊ ഇവിടെ ഇപ്പോ അരുൺകുമാറിന്റെ ഇൻഫർമേഷൻ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ഏതായാലും പാർട്ടി പറയാൻ പറഞ്ഞ വിശദീകരണമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഹിന്ദു വീണ്ടും കുഴപ്പത്തിൽ ആക്കുന്നു. അതായത് ഒരു കാര്യം ഉറപ്പാണ് ഉണ്ണിബാലകൃഷ്ണൻ,
ഒന്നിൽ ഈ ഹിന്ദു നുണ പറയുന്നു, അല്ലെങ്കിൽ മുഖ്യമന്ത്രി നുണ പറയുന്നു. ഏതെങ്കിലും ഒന്ന് അല്ല, രണ്ട് കാര്യങ്ങളുണ്ട്. ഹിന്ദു പറഞ്ഞതിനെ ശരിവെക്കുന്നുണ്ട് ഏജൻസി. PR ഏജൻസിയുടെ 100% തള്ളുകയാണെങ്കിൽ ഈ PR ഏജൻസി ഒന്നിൽ ഹിന്ദുവിന്റെ ഭാഗമായി വരണം, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഭാഗമായി വരണം. ഹിന്ദു പറഞ്ഞതിനെ ശരിവെക്കുന്നുണ്ട് ഏജൻസി നമ്മൾ വിളിക്കുമ്പോൾ പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ഞങ്ങൾക്ക് ബന്ധമുണ്ടെന്നാണ്. അങ്ങനെ വലിയ പറയുന്നുള്ളൂ. ഇനി വേറെ കാര്യം ചോദിച്ചോട്ടെ, എനിക്ക് ഹിന്ദുവിൻ്റെ വിശദീകരണത്തിൽ ഒട്ടും തന്നെ ദഹിക്കാത്തൊരു കാര്യം, ഇപ്പം നമ്മളെല്ലാം ജേർണലിസ്റ്റുകളാണല്ലോ. ഇപ്പം സ്മൃതി പോയിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഇൻ്റർവ്യൂ എടുത്തു, തിരിച്ചു വന്നു. അപ്പം മുഖ്യമന്ത്രിയുടെ ഇൻ്റർവ്യൂ നിങ്ങൾക്ക് തരപ്പെടുത്തി തന്ന ഒരു ഏജൻസി അവിടെ ഉണ്ടെന്ന് വിചാരിക്കുക. ആ ഏജൻസിയുടെ ഒരു പ്രതിനിധി സ്മൃതിയെ വിളിച്ചിട്ട് പറയാണ്, അതെ മുഖ്യമന്ത്രിയുടെ ആ ഇൻ്റർവ്യൂവിനകത്ത് 2 വരി ഇതുകൂടി ചേർക്കണം എന്ന് പറഞ്ഞാൽ ആ ഏജൻസിയുടെ പ്രതിനിധിയാണ് പറയുന്നതെങ്കിൽ നിങ്ങൾ ചേർക്കുമോ? ഇല്ല. അതെങ്ങനെ ചേർക്കാൻ പറ്റും? ഒരിക്കലും ഒരു ഏജൻസിയുടെ പ്രതിനിധി വന്നിട്ട് മുഖ്യമന്ത്രി ഇങ്ങനെ കൂടെ പറഞ്ഞിട്ടുണ്ട്, അത് വേറെ സ്ഥലത്ത് പറഞ്ഞതാണ്, നിങ്ങൾ അതുകൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞാൽ ഏത് ജേർണലിസ്റ്റാണ് അതിന് തയ്യാറാവുക? അതേസമയം മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറിയോ അല്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ മാധ്യമ ഉപദേഷ്ടാവോ മുഖ്യമന്ത്രിയുടെ പ്രതിപുരുഷന്മാർന്നോ ഒക്കെ പറയാവുന്ന ഒരാളാണ് നിങ്ങൾ വിളിച്ചിട്ട്, അതെ മുഖ്യമന്ത്രി എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊന്ന് ഇതുകൂടി ഉൾപ്പെടുത്തിക്കോളൂ കേട്ടോ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഉൾപ്പെടുത്തിയെന്നിരിക്കും. കാരണം അവിടെ സംശയിക്കേണ്ട കാര്യമില്ല. കാരണം മുഖ്യമന്ത്രിയുടെ ഒരു പ്രതിപുരുഷനായിട്ടുള്ള ആളാണ് പറയുന്നത്. മുഖ്യമന്ത്രി നേരിട്ട് എന്നെ വിളിച്ച് പറയുന്നത് ഞാൻ പ്രതീക്ഷിക്കാൻ പറ്റില്ല. എന്താണെന്നറിയോ, ഈ PR ഏജൻസി എഴുതി തന്നു പറയുന്നുണ്ട്. അല്ല, PR ഏജൻസി എഴുതി തന്നു, പക്ഷെ ആ PR ഏജൻസി എഴുതി തരുന്ന കൊടുക്കുക എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. അവിടെ എങ്ങനെ ശരിയാവുക? ഇന്നത്തെ കാര്യത്തിൽ മുഖ്യമന്ത്രി പറയുന്ന കാര്യം വിശ്വാസത്തിലെടുക്കണം. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി പറയുന്നു ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ളത്. ഹിന്ദു എന്ത് പറയുന്നു? PR ഏജൻസി എഴുതി തന്നു എന്ന് പറയുന്നു. അപ്പൊ അതാരാ? അല്ല, മുഖ്യമന്ത്രി ഇതിലൊന്നും പറഞ്ഞിട്ടില്ല. ഏതാ PR ഏജൻസിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടില്ല. പക്ഷെ മുഖ്യമന്ത്രി പറയുന്നു ഞാൻ പറയാത്ത കാര്യമാണ് അച്ചടിച്ചു. പക്ഷെ ഹിന്ദു എന്ത് പറയുന്നു? PR ഏജൻസി എഴുതി തന്നു എന്ന് പറയണം. അപ്പൊ ആരാണ് എഴുതി കൊടുത്തിരിക്കുന്നത്? PR ഏജൻസി എഴുതി കൊടുത്തിരിക്കുന്നത്. ഈ PR ഏജൻസി മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണോ എഴുതി കൊടുത്തത് എന്നുള്ളത് PR ഏജൻസിയാണ് പറയേണ്ടത്, അല്ലേ? അപ്പൊ എന്തായാലും ചെയ്തിട്ടുണ്ട്. പൈസ കൊടുത്തു. അല്ല, ഈ ഹിന്ദു ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. ഏജൻസി പറഞ്ഞ കാര്യം മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് എഴുതി ചേർത്തു എന്നുള്ളത് ഹിന്ദു ഓൾറെഡി ഇപ്പൊ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അല്ല, ഒരു കാര്യം ഞാൻ പറയട്ടെ. ഇനി ഹിന്ദുവിന് പറയാവുന്നൊരു കാര്യമുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാർത്താ സമ്മേളനം ഹിന്ദുവും റിപ്പോർട്ട് ചെയ്തതാണല്ലോ, ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തതാണല്ലോ. ഹിന്ദുവിന്റെ റിപ്പോർട്ടിംഗ് അന്നത്തെ ഞാൻ വായിക്കാം. മിസ്റ്റർ വിജയൻ നോട്ടഡ് ദാറ്റ് മോസ്റ്റ് ഗോൾഡ് ഷീഷേഴ്സ് an estimated 124 kg and Hawala interdiction 87.22 crore were from Malappuram. നോട്ടബിളി മിസ്റ്റർ അൻവർ റെപ്രസെൻറ്റ്സ് ദി നിലമ്പൂർ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി ഇൻ ദി ഡിസ്ട്രിക്ട്. കൃത്യമായിട്ട് അന്നത്തെ വാർത്താ സമ്മേളനത്തിൽ മലപ്പുറത്ത് നിന്ന് ഇത്രയും പണവും സ്വർണവും പിടിച്ചെടുത്തിട്ടുണ്ടെന്ന് മിസ്റ്റർ പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ട് ഈ വാർത്താ സമ്മേളനത്തിൽ. അതാണ് ഞങ്ങൾ വോട്ട് ചെയ്തതെന്ന് പറയാമായിരുന്നല്ലോ. അവരുടെ പത്രത്തിൽ തന്നെയാണല്ലോ 3 ദിവസം മുമ്പ് ഇത് അടിച്ചു വന്നത്. പിണറായി വിജയന്റെ വാർത്താ സമ്മേളനത്തിൽ അതിലൊരു ഔചിത്യ പ്രശ്നമുണ്ട്. അത് ഔചിത്യ പ്രശ്നമുണ്ട്. കാരണം ഞാനിപ്പോൾ എൻ്റെ ഒരു എൻ്റെ ഒരു ഇന്റർവ്യൂ ഞാൻ കൊടുക്കുന്ന സമയത്ത് ഞാൻ ഇപ്പോൾ പറയുന്ന കാര്യങ്ങളാണ് കൊടുക്കുന്നത്. അതാണ് അവിടെയാണ് പ്രശ്നം. അതാണ് മാധ്യമ ധാർമ്മികത. അതായത് 2 ദിവസം മുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടാവും, 2 വർഷത്തിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടാവും, 2 മാസത്തിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടാവും. മുഖ്യമന്ത്രി എന്ന് പറയുന്നത് വളരെ സീരിയസ് ആയൊരു പോസ്റ്റാണ്. അത് ജനങ്ങളോട് ഉത്തരവാദിത്തപ്പെട്ട് നിൽക്കുന്ന ഒരാളുടെ പോസ്റ്റാണ്. അയാൾ ഈ നിമിഷം ഇപ്പോൾ ഇരുന്ന് നിങ്ങളോട് പറയുന്നത് മാത്രമേ നിങ്ങൾക്ക് ക്യാരി ചെയ്യാനുള്ള അവകാശമുള്ളൂ. അതിന് പുറത്ത് അയാൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതല്ലോ, റെക്കോർഡും ഇല്ല. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ PR ഏജൻസി മുഖ്യമന്ത്രിക്ക് വേണ്ടി സംസാരിക്കാൻ, അല്ല മുഖ്യമന്ത്രിയുടെ ഇന്റർവ്യൂ ഞങ്ങൾ ശരിയാക്കി തരാമെന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി അവർക്ക് നേരിട്ട് ബന്ധമാണെന്നാണല്ലോ ധരിപ്പിക്കുന്നത് ഹിന്ദുവിനെ. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പറഞ്ഞ പ്രകാരമാണ് ഞങ്ങൾ പറയുന്നത് എന്ന രൂപത്തിലാണോ പറഞ്ഞതെങ്കിൽ അറിയില്ല. എനിക്ക് മനസ്സിലാകാത്തത് ഇപ്പോഴും നമ്മൾ ഈ തുടക്കത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. ഹിന്ദു പോലെ ഒരു നാഷണൽ ഡേ ചെയ്തുകൂടാ. പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആക്സസിബിൾ ആണ് സ്മൃതി, വളരെ അത് ഞാൻ പറയുന്നത് ഹിന്ദുവിന്റെ തിരുവനന്തപുരത്തെ കറസ്പോണ്ടന്റ് വിളിച്ചിട്ട് പ്രസ് സെക്രട്ടറിയോടോ പ്രസ് അഡ്വൈസറോടോ CM-മായി ഒരു അപ്പോയിന്റ്മെന്റ് വേണമെന്ന് പറഞ്ഞാൽ നിസ്സാരമായ അത് ലഭിക്കും. അതിപ്പം ഹിന്ദുവിൻ്റെ മാത്രം സവിശേഷതയല്ല. ഇപ്പം മലയാള ടെലിവിഷൻ ചാനലുകളുടെ മുൻനിരയിൽ നിൽക്കുന്ന ഏത് ചാനൽ എടുത്ത് നോക്കിക്കോളൂ നിങ്ങൾ. നിങ്ങളുടെ ഈ ഡൽഹിയിൽ ഈ ലെഫ്റ്റ് ബീറ്റ് നോക്കുന്ന ഒരു മാധ്യമപ്രവർത്തകയ്ക്ക് ഡൽഹിയിലൊരു മുഖ്യമന്ത്രിയുടെ ഇന്ത്യയിലെ ഏക ഇടതുപക്ഷ മുഖ്യമന്ത്രിയുടെ ഒരു ഇന്റർവ്യൂ കിട്ടുക എന്ന് പറയുന്നൊന്നും വലിയ കാര്യമല്ല ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം. ഒന്നുമല്ല. അപ്പൊ അവിടെ ഒരു PR ഏജൻസി വരിക എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാവാം? സപ്പോർട്ടിന് വേണ്ടിയിട്ടാവാം എന്ന് നമുക്ക് വെക്കാം. പക്ഷേ ഇത് ഈ PR ഏജൻസി വരുന്നു. കൈനസ് അല്ലേ, കൈസാൻ എന്ന് പറയുന്ന ഈ പറയുന്ന PR ഏജൻസി ഹിന്ദുവിനോട് അങ്ങോട്ട് അപ്രോച്ച് ചെയ്യുന്നു. ദെൻ ഹിന്ദു അതിന് തയ്യാറാകുന്നു, അവിടെ പോയിട്ട് ഇൻ്റർവ്യൂ എടുക്കുന്നു. ഓക്കെ, ഫൈൻ, അവിടം വരെ കറക്റ്റ്, കുഴപ്പമില്ല.
ഒരു ഇലക്ഷൻ പീരീഡിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് കേട്ടോ. ഇപ്പം ചില ഏജൻസികൾ മുഖ്യമന്ത്രിയുടെ ഇൻ്റർവ്യൂ നിങ്ങൾ കൊടുക്കണം, ഈ രീതിയിൽ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ സമീപിച്ചിട്ടുണ്ട്. അല്ലാതൊരു നോർമൽ സിറ്റുവേഷനിൽ മുഖ്യമന്ത്രിയുടെ ഒരു ഇൻ്റർവ്യൂ പോട്ടെ, അപ്പോഴും ഞാൻ പറയുന്നു ഒരു PR ഏജൻസി നിങ്ങളെ സമീപിക്കുന്നു, നിങ്ങൾ അവിടെ പോകുന്നു, ഇൻ്റർവ്യൂ എടുക്കുന്നു, തിരിച്ചു വരുന്നു. എന്നിട്ട് പക്ഷേ എന്തൊരു അസ്വാഭാവികതയാണ്, ആ PR ഏജൻസിയിലെ 2 റെപ്രസെൻറ്റേറ്റീവ്സ് അതിനോടൊപ്പം ഇരുന്നു എന്നുള്ളത് പോട്ടെ, അത് കഴിഞ്ഞിട്ട് ഇവരോട് ആവശ്യപ്പെടുന്നത് ഇവരങ്ങ് ഉൾപ്പെടുത്തുകയാണ് ഇതിനകത്ത്. എന്ത് അവരെഴുതി തന്നു എന്നുള്ളതിൻ്റെ പേരിൽ മാത്രം. ഞാനത് അങ്ങേയറ്റം പിന്നെ എന്താ പറയുക, അസാധാരണമായൊരു സാഹചര്യമാണ്. ഞാനത് വിശ്വാസത്തിലെടുക്കുന്നതേയില്ല. ഈ PR ഏജൻസിയുടെ പിന്നിൽ മുഖ്യമന്ത്രിയുമായി അടുപ്പമുള്ള ഒന്നിലധികമോ ആളുകളുണ്ട്. ആ വിശ്വാസ്യതയിലാണ് ഇത് നിൽക്കുന്നത്. PR ഏജൻസിക്ക് എന്ത് വിശ്വാസ്യതയാണ്? നാളെ ഏതെങ്കിലും ഒരു PR ഏജൻസി വന്നിട്ട് എന്നോട് പറയുകയാണ് മുഖ്യമന്ത്രിയുടെ ഇൻ്റർവ്യൂ നിങ്ങൾ എടുത്തല്ലോ, അതിനകത്ത് 2 വരി ഇതുകൂടി അങ്ങ് ഉൾപ്പെടുത്തിക്കുമെന്ന് പറഞ്ഞാൽ ഞാനുണ്ടെങ്കിൽ അങ്ങോട്ട് അത് ഉൾപ്പെടുത്താണ്ടിരിക്കുന്ന ഒരാളാണ്. അത് ചെയ്യാൻ പാടുണ്ടോ? അതേസമയം മുഖ്യമന്ത്രിയുമായി അടുത്ത് നിൽക്കുന്ന ഒന്നിലധികം ആളുകളോ ഈ പറയുന്ന PR ഏജൻസി ത്രൂ എന്നോട് പറയുകയാണ് ഇങ്ങനെ ചെയ്തോളൂ, അല്ലെങ്കിൽ അവർ തന്നെ നേരിട്ട് പറയുകയാണ് ചെയ്തെങ്കിൽ ചിലപ്പോൾ ഞാൻ ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം എനിക്ക് നിങ്ങളെ വിശ്വാസമാണേ. നിങ്ങൾ പറയുന്നത് മുഖ്യമന്ത്രി പറയുന്നത് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് മാത്രമല്ല, മുഖ്യമന്ത്രി 2-3 ദിവസം മുമ്പ് അത് പറഞ്ഞിട്ടുമുണ്ട്, ഇതേ വിഷയം പറഞ്ഞിട്ടുണ്ട്, മറ്റൊരു വാർത്താ പറയാത്ത കാര്യവുമല്ല. പക്ഷേ വളരെ പ്രധാനമാണ്. ഇപ്പം അങ്ങനെ ഒരു കാര്യം ഇപ്പോൾ മുഖ്യമന്ത്രി തള്ളി പറഞ്ഞ സ്ഥിതിക്ക്, അതായത് ഞാൻ അങ്ങനെ ആ ഇൻ്റർവ്യൂ കൊടുത്തപ്പോൾ ഈ വാക്ക് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക്, മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ടില്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസ് പറഞ്ഞു, അതിൻ്റെ ഒരു ക്ലാരിറ്റി ചോദിച്ചു, അപ്പോൾ അവർ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് അവരും രേഖപ്പെടുത്തിയ സ്ഥിതിക്ക് ഇത് നിങ്ങൾ പറഞ്ഞതുപോലെ ക്രിമിനൽ സ്വഭാവമുള്ള കേസാണ്. ഒരു കാര്യം ഞാൻ വെറുതെ ഓർമ്മിപ്പിക്കാം. രസകരമായൊരു സംഭവമാണല്ലോ, ബാലകൃഷ്ണപിള്ള സാറിന്റെ മന്ത്രിപ്പണി ഒരിക്കൽ പോയിട്ട് എന്താ കാര്യം അറിയാവൂ, പഞ്ചാബ് മോഡൽ പ്രസംഗമാണ്. നമ്മളോട് കേരളത്തോട് ഇങ്ങനെ കളിച്ചാണല്ലോ, കേരളം പഞ്ചാബ് ആകുമെന്നൊരു മന്ത്രി പറഞ്ഞപ്പോൾ മന്ത്രിയുടെ പണി പോയി ഈ സംസ്ഥാനത്ത്. അങ്ങനെ ഒരു കാര്യം ഓർക്കണം വെച്ചാൽ, അത് ഒരു പ്രദേശത്തെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞു, ഒരു ജനതയെക്കുറിച്ച് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ സമയത്ത് ഒരു മന്ത്രിക്ക് കേരളത്തിൽ രാജിവെക്കേണ്ടി വന്ന അനുഭവമുണ്ട്. അതുപോലെയാണ് മലപ്പുറം എന്നൊരു ഭയങ്കര സെൻസിറ്റീവായ കാര്യം പറയുക, അവിടുത്തെ ജനങ്ങളെ മുഴുവൻ അവിശ്വാസത്തിലാക്കുക, അതിൻ്റെ ഉത്തരവാദിയായി മുഖ്യമന്ത്രിയെ മാറ്റി തീർക്കുക, ആ മുഖ്യമന്ത്രിയുടെ വാക്കുകളെ പിടിച്ചുകൊണ്ട് സംസ്ഥാനത്തൊരു വലിയ രാഷ്ട്രീയ സാമൂഹിക വർഗീയ വിവാദം കത്തിപ്പടരുക. അങ്ങനൊരു സാഹചര്യം സൃഷ്ടിച്ചു കഴിഞ്ഞാൽ ഒരു മാധ്യമം ചെയ്തത് പിന്നെ അങ്ങനെ ഏതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ ശരിയാവുക? അതിനപ്പുറത്തേക്ക് കടന്നുകൊണ്ട് CPM-ന്റെ ആവശ്യമാണ്, മുഖ്യമന്ത്രിയുടെയും സർക്കാരിൻ്റെ ആവശ്യമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് അത്ര ലളിതമായൊരു അടുത്ത കാലത്തായിട്ട് CPM മേടിക്കുന്ന അടികളുടെ എല്ലാം വടിവെട്ടി വീട്ടിൽ കൊണ്ട് കൊടുക്കുന്ന CPM തന്നെയാണെന്നുള്ളതാണ് മനസ്സിലായി. PV അൻവറിന്റെ കേസിന്റെ ആണെങ്കിലും ഇപ്പൊ ഈ കേസിലാണെങ്കിലും RSSുമായി ബന്ധപ്പെട്ട കേസിലാണെങ്കിലും എല്ലാം ഈ ഹിന്ദുവിൽ വന്ന വിഷയത്തിൽ തന്നെ AK ബാലൻ എന്ന രാവിലത്തെ പ്രതികരണം കണ്ടല്ലോ. എത്ര മോശം പ്രതികരണമാണ്, എത്ര ഡാമേജിങ് ആയിട്ടുള്ള പ്രതികരണമാണ്. ഹിന്ദു എന്നൊക്കെ കേൾക്കുമ്പോൾ അൻവറിന് തോന്നുന്നത് അത് ഹിന്ദുക്കൾ എന്താണ്, ഒരു വിദ്യാഭ്യാസമില്ലാത്ത ആൾക്കാരോടാണ് സംസാരിക്കുന്നത്. അതാണ് ഞാൻ പറയുന്നത്, മനോഭാവമാണ് അത്. അപ്പോൾ ഞാൻ പറയുന്നത് ഇന്നിപ്പം പിന്നെ അതാണ് ഞാൻ പറഞ്ഞ ക്ലാരിറ്റി വരുത്തിയതിനകത്ത് PV അൻവറിന്റെ കാര്യത്തിലാണ്. PV അൻവർ ഉന്നയിക്കുന്ന വിഷയങ്ങളുടെ പേരിൽ ഒരു സംസ്ഥാനത്ത് ഒരു SIT-യെ നിയോഗിക്കേണ്ടി വന്നില്ലേ? ചെറിയ കാര്യമാണ്. നിങ്ങളുടെ പോലീസിൽ ഇത്തരത്തിൽ സംഖ്യവൽക്കരണം നടക്കുന്നു, പോലീസ് ക്രിമിനലായ പല ആക്ടിവിറ്റീസിലും ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന വിഷയത്തിൻ്റെ മേലൊരു അന്വേഷണം ഈ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉത്തരവാദിത്തപ്പെട്ട MLA പറഞ്ഞാൽ അന്വേഷിക്കണം കേട്ടോ, അത് PV അൻവർ എന്നല്ല, ആര് പറഞ്ഞാലും അന്വേഷിക്കണം. അതിന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നുണ്ടെന്നേ. ഞങ്ങൾ എത്ര പോസിറ്റീവായി റെസ്പോണ്ട് ചെയ്തു. ഞങ്ങളോട് ഈ സ്വർണ്ണക്കള്ളക്കടത്ത്, പിന്നെ സ്വർണം പൊട്ടിക്കൽ, ഹവാല പണമിടപാട്, ക്രിമിനൽ ഗൂഢാലോചന, ഇത്തരം കാര്യങ്ങളിലൊക്കെ പോലീസിന് റോളുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അന്വേഷിക്കാൻ SIT-യെ വെച്ചില്ലേ? ഞങ്ങൾ സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്തില്ലേ? അപ്പം ഈ കാര്യങ്ങളെല്ലാം ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ അവിടെ ഒരു പുകമറ സൃഷ്ടിക്കാനാണ് ശ്രമിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അൻവറിനെതിരെയും അന്വേഷണം നടത്തണം, ആ ഔദ്ധ്യം കാണിക്കണം. നിങ്ങൾ വെറുതെ ആളുകളെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുകയല്ല വേണ്ടത്. ഇവർ രണ്ടും പരസ്പരം സംശയത്തിന്റെ നിഴലിൽ നിർത്തിക്കൊണ്ടിരിക്കട്ടോ. അങ്ങനെയുണ്ട്. പിണറായിയെ PV അൻവറും PV അൻവറിനെ പിണറായിയും സംശയത്തിന്റെ നിഴലിൽ നിർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു നാടകത്തിന്റെ സാക്ഷികളാണ്, ദൃക്സാക്ഷികളാണ് നമ്മൾ എന്നുള്ളത് ഖേദകരമായ അവസ്ഥയാണ്. അല്ല, ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞിട്ട് കാര്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ വർഗീയ നിലപാട് സ്വീകരിക്കുന്ന RSSനെ എതിർക്കേണ്ടതുണ്ട്. അതിനെ അർത്ഥം ഹിന്ദുക്കളെ ആകെ എതിർക്കുന്നു എന്നാണോ എന്ന് ചോദിക്കുമ്പോഴാണ് ഇവിടെ RSSുമായി ബന്ധപ്പെട്ടിട്ട് പിന്നെ തൃശ്ശൂരിൽ ഈ ADGP അജിത് കുമാർ പോയ കാര്യത്തിന് അജിത്തുകൾ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അത് CPM-നെ CPI-നെ ബോധ്യപ്പെടുത്താൻ പറ്റിയിട്ടില്ല ഈ സമയം വരെ. ഈ സമയം ആ സ്ഥാനത്ത് ഈ പറയുന്ന അജിത് കുമാർ നിൽക്കുകയാണ്. അപ്പോഴാണ് ഈ പിണറായി വിജയൻ പറയുന്നത്, മുഖ്യമന്ത്രി പറയുന്നത് എന്താണ്, വലിയ വർഗീയ നിലപാട് സ്വീകരിക്കുന്ന RSSനെ എതിർക്കേണ്ടതുണ്ട്, അത് ഞങ്ങൾ നേരത്തെ ചെയ്യുന്നുണ്ട്, ആ നിലപാട് ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യാണ്. അതെന്ന് വെച്ചാൽ ഹിന്ദുക്കളെയാണോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഈ RSSുമായി ബന്ധപ്പെട്ട വിഷയത്തിൻ്റെ അതൊരു അക്ഷരം മിണ്ടുന്നില്ല. അപ്പം ഞാൻ പറയുന്നത് പഴയ പോലെ അല്ലല്ലോ. പണ്ടത്തെ കാലത്തെന്ന് പറയുന്നത് ഇന്നത്തെ പത്രം അച്ചടിച്ച് നാളെ രാവിലെ വരുന്നത് വരെ വലിയൊരു സമയം ഉണ്ടായിരുന്നു ഉണ്ടല്ലോ. ഇന്നത്തെ സമയം അതല്ല. ഇന്ന സമയത്ത് പിന്നെ ഈ പറഞ്ഞ ഹിന്ദുവിൻ്റെ പിന്നെ റിപ്പോർട്ട് വന്ന് 5 മിനിറ്റ് PV അൻവർ ലൈവിലാണ്.
5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ 10 മിനിറ്റ് കഴിയുമ്പോൾ അടുത്ത കുഞ്ഞാലിക്കുട്ടി ലൈവിലാണ്, 5 മിനിറ്റ് വി ഡി സതീശൻ PMS ലൈവിലാണ്. കാരണം ഇത്രയധികം ഇക്കയുടെയും AP വിഭാഗത്തിന്റെ പ്രസ്താവന വന്നു. ഇങ്ങനെ പടപെടാവുന്ന കാര്യങ്ങൾ കാരണം ഇപ്പം ഒരു നുണ പറഞ്ഞാൽ ഇപ്പം പറയാത്ത കാര്യങ്ങൾ നോക്കിയും കണ്ടും പറഞ്ഞില്ലെങ്കിൽ 5 മിനിറ്റിനുള്ളിൽ അതിന്റെ റിയാക്ഷൻ വന്നിട്ടുണ്ടാവും, 5 മിനിറ്റിനുള്ളിൽ. അപ്പം അതുകൊണ്ടാണ് അത് മുഖ്യമന്ത്രി നല്ലതായിട്ട് അറിയാവുന്നതുകൊണ്ട് വരുന്നിടത്താണ് ഇത് സമയമെടുത്ത് പ്രതികരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അത് സമയത്ത് പ്രതികരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അല്ല, ഇപ്പോൾ ഈ പൊതുവെ CPM എടുക്കുന്ന ഒരു നിലപാട് എന്ന് പറയുന്നത് പഠിച്ചിട്ട് കാര്യങ്ങൾ സംസാരിക്കുക എന്ന് പറയുന്ന നിലപാടാണ്. പക്ഷേ ഇപ്പോൾ എന്ത് സംഭവിക്കുന്നു പറയുക, പഠിച്ചിട്ട് നിലപാട് പറയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകണം. പഠിക്കുന്നതിൻ്റെ അല്ല, ഇത് മുഖ്യമന്ത്രിയുടെ ക്രെഡിബിലിറ്റി തന്നെ ബാധിക്കുന്ന വിഷയമല്ല. അതിൽ പ്രതികരിക്കേണ്ട സമയം കഴിഞ്ഞില്ലേ? അപ്പോൾ നമുക്ക് വ്യക്തത വരുത്തിയെന്നാണോ? ഞാൻ വ്യക്തത വരുത്തി എന്ന് പറയുന്നത് മുഖ്യമന്ത്രി ഇപ്പൊ പറഞ്ഞ ഒരു കാര്യം എൻ്റെ ഭാഗത്തു നിന്നുള്ള കേട്ടോ. മുഖ്യമന്ത്രി ഇപ്പൊ പറഞ്ഞ കാര്യത്തിന്റെ അകത്ത് ഈ PR ഏജൻസിയുടെ ഒഴിച്ചിട്ട് ഉണ്ണിബാലകൃഷ്ണൻ പറഞ്ഞ കാര്യത്തിൽ ബാക്കിയുള്ള PR ഏജൻസിയുടെ കാര്യത്തിൽ വരുത്തിയിരിക്കുന്ന അവ്യക്തത തന്നെ ഒരു വ്യക്തതയായിട്ട് കാര്യം മനസ്സിലായി അല്ലേ? അതെ. Meet the editors.